ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ കൂട്ടുകാരുടെ പേരും അതുപോലെ സ്കൂളിൻ്റെ പേരും ഒക്കെ എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്തായിട്ട് പ്രവർത്തനങ്ങൾ എത്ര എണ്ണമാണുള്ളതെന്നും കൊടുത്തിട്ടുണ്ട്. 6 പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്കുള്ളത്. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങളായി നമുക്ക് നോക്കാം. പ്രവർത്തനം 1, ഉത്തരം എഴുതാം. കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എടുത്തെഴുതുക. ആമിനയും ശാലുവും ഉച്ചയൂണ് കഴിഞ്ഞ് പുറത്തിറങ്ങി. സ്കൂളിൻ്റെ അടുക്കളയിൽ അവർ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവർ എന്നും അതെടുത്ത് നോക്കും. ഇന്നും അതിനാണ് പോകുന്നത്. അടുക്കള വരാന്തയിലെ ജനലിൻ്റെ പൊത്തിൽ നിന്ന് ആമിന അതെടുത്തു. ഒരു മത്തൻ കുരു. ഉള്ളം കൈയിൽ വെച്ച് ആമിന കുരുവിനെ ശാലുവിന് കാട്ടിക്കൊടുത്തു. ശാലുവിന് കൗതുകം. അവൾ തിരിച്ചും മറിച്ചും നോക്കി. ഒറ്റത്തട്ട്. ശങ്കരൻ ഓടിപ്പോയി. കുരുത്തം കെട്ടവൻ. ആ കുരു തെറിച്ചുപോയി. ആമിന കരഞ്ഞു വിളിച്ചു, മത്തൻ കുരുവേ, നീ എവിടെയാണ്? അവൾ ചുറ്റും നോക്കി. ഒരിടത്തും കണ്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആമിന വെള്ളം കുടിക്കാൻ അടുക്കളയിൽ വന്നപ്പോൾ ആരോ അവളെ വിളിക്കുന്നു. അവൾ ചുറ്റും തിരിഞ്ഞു. ആരെയും കണ്ടില്ല. മുറ്റത്തിറങ്ങി നടന്നു. അതാ കൈകൾ ഉയർത്തി നിൽക്കുന്നു മത്തൻ വള്ളികൾ. ആമിനെ, ഇത് ഞാനാ, നീ ലാളിച്ച മത്തൻ കുരു. നിനക്ക് ഞാനൊരു സമ്മാനം തരാം. താ പിടിച്ചോ ഇവനെ, എൻ്റെ മത്തൻ കുട്ടനെ. സ്നേഹസമ്മാനമായി ഒരു മുഴുത്ത മത്തൻ ആമിനയ്ക്ക് കൊടുത്ത് ആ മത്തൻ വള്ളികൾ ചിരിച്ചു. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, സ്കൂളിൻ്റെ അടുക്കളയിൽ ആമിനയും ശാലുവും ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്താണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ മത്തൻ കുരു, ബി മത്തങ്ങ, സി കുമ്പളങ്ങ, ഡി മത്തൻ വള്ളി. എന്താണ് കൂട്ടുകാരെ? അതെ, ഓപ്ഷൻ എ മത്തൻ കുരു. രണ്ടാമത്തെ ചോദ്യം, ആമിന വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ആരോ അവളെ വിളിച്ചു. ആരാണ് ആമിനയെ വിളിച്ചത്? ആരാണ്? എ ശങ്കരൻ, ബി ശാലു, സി മത്തൻ വള്ളി, ഡി അമ്മ. ഉത്തരം സി മത്തൻ വള്ളി. മൂന്നാമത്തെ ചോദ്യം, തെറിച്ചുപോയ മത്തൻ കുരുവിന് എന്ത് സംഭവിച്ചു? എ അടുപ്പിൽ വീണു, ബി മുളച്ച് ചെടിയായി വളർന്നു, സി കിളി കൊണ്ടുപോയി, ഡി വെള്ളത്തിൽ ഒലിച്ചുപോയി. ഉത്തരം ബി മുളച്ച് ചെടിയായി വളർന്നു. നാലാമത്തെ ചോദ്യം, സ്നേഹസമ്മാനമായി ആമിനയ്ക്ക് മുഴുത്ത മത്തൻ ലഭിക്കാനിടയായത് എന്തുകൊണ്ട്? എ മത്തൻ കുരു അടുക്കളയിൽ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട്, ബി ആമിനയും ശാലും ഉച്ചഭക്ഷണം കഴിച്ചതുകൊണ്ട്, സി മത്തൻ കുരുവിനെ ലാളിച്ചതുകൊണ്ട്, ഡി മത്തൻ കുരു മണ്ണിൽ വീണ് മുളച്ചതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി മത്തൻ കുരുവിനെ ലാളിച്ചതുകൊണ്ട്. അഞ്ചാമത്തെ ചോദ്യം, ശങ്കരൻ വികൃതിക്കുട്ടിയാണെന്ന് സൂചിപ്പിക്കുന്ന പദം ഏതാണ്? എ കുരുത്തം കെട്ടവൻ, ബി കുസൃതിക്കുട്ടൻ, സി മത്തൻ വള്ളി, ഡി മത്തൻ കുരു. ഉത്തരം എ കുരുത്തം കെട്ടവൻ. പ്രവർത്തനം 2, സംഭാഷണം എഴുതാം. പുതിയ ടെലിവിഷൻ വാങ്ങിയ സന്തോഷത്തിലാണ് മനുവും വീട്ടുകാരും. എല്ലാവരും ടെലിവിഷൻ കാണുകയാണ്. പെട്ടെന്നാണ് മനു മൂലയിലിരിക്കുന്ന പാവം റേഡിയോയെ ശ്രദ്ധിച്ചത്. അവൻ റേഡിയോയുടെ അടുത്തെത്തി. മനുവും റേഡിയോയും തമ്മിലുള്ള സംഭാഷണം കൂട്ടുകാരൊന്ന് എഴുതി നോക്കൂ. എന്തൊക്കെയായിരിക്കും അവർ സംഭാഷിച്ചിട്ടുണ്ടാവുക? എഴുതാം. മനു, നിനക്ക് വിഷമമായോ? റേഡിയോ, ഇത്രയും നാൾ നിങ്ങൾ എന്നെയല്ലേ കേട്ടുകൊണ്ടിരുന്നത്? പുതിയ ആൾ വന്നപ്പോൾ എന്നെ വേണ്ടാതായി അല്ലേ? മനു, നിന്നെ വേണ്ടെന്ന് ആരാ പറഞ്ഞേ? അവനെപ്പോലെ നീയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. ഇത്രയും നാൾ നീയല്ലേ ഞങ്ങളെ ശബ്ദത്തിലൂടെ പല സ്ഥലത്തും ഞങ്ങളുടെ ചിന്തകളെ എത്തിച്ച് ഞങ്ങളുടെ ചിന്താശേഷിയെ ഉണർത്തിയത്? റേഡിയോ, ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ മറന്നു കാണുമെന്ന്. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. പ്രവർത്തനം 3, കവിത പൂർത്തിയാക്കാം. കുന്നിപ്പുഴയുടെ തീരത്തെ കാഴ്ചകളാണ് ഈ കവിതയുടെ തുടക്കം. കവിത വായിച്ച് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കൂ. ഉചിതമായ തലക്കെട്ടും നൽകണം കേട്ടോ. തീരക്കാഴ്ചകൾ. മനോഹരമായ തലക്കെട്ടാണല്ലേ കൂട്ടുകാരെ? അതെ, നമുക്കിനി വായിക്കാം.
കുന്നിപ്പുഴയുടെ തീരത്ത് പച്ച വിരിച്ചൊരു പാടത്ത് മഞ്ഞത്തുമ്പികൾ പാറുന്നു, അഴകായി പൂക്കൾ ചിരിക്കുന്നു. കുന്നിപ്പുഴയുടെ തീരത്ത് നിരനിരയായി നിൽക്കുന്നു പല നിറത്തിൽ ഭവനങ്ങൾ, കുട്ടികളോടി കളിക്കുന്നു. കുന്നിപ്പുഴയുടെ തീരത്ത് മഞ്ഞ നിറത്തിൽ മാമ്പഴങ്ങൾ കുലകുലയായി നിൽക്കുന്നു, വാസനയെങ്ങും പരക്കുന്നു. പ്രവർത്തനം 4. കത്തെഴുതാം. പെരിയപ്പുറം സ്കൂളിലെ കുട്ടികൾ പഠനോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്രവർത്തനങ്ങൾ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു. അവർ നടത്തിയ പരിപാടികൾ ആകാശവാണിയിലെ ബാലലോകം പരിപാടിയിലും അവതരിപ്പിച്ചു. നിങ്ങളുടെ സ്കൂളിലും പഠനോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തിയിട്ടുണ്ടാകുമല്ലോ. ആകാശവാണിയിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി അനുവാദം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കൂ. എഴുതാം. ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക. ബഹുമാനപ്പെട്ട സർ, ഞങ്ങളുടെ വിദ്യാലയത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച പഠനോത്സവത്തിൻ്റെ ഭാഗമായി പല വിധത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി. എല്ലാ പ്രവർത്തനങ്ങളും വളരെ മികച്ചവയായിരുന്നു. ഞങ്ങളുടെ ഈ പരിപാടികൾ ആകാശവാണിയിൽ ബാലലോകം എന്ന പരിപാടിയിൽ അവതരിപ്പിക്കാൻ അനുവാദം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. വിദ്യാർത്ഥികൾ. പ്രവർത്തനം 5. ഡയറി കുറിപ്പ് തയ്യാറാക്കാം. കുഞ്ഞുങ്ങളെ, ഈ തോട്ടം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. അയാൾ അവരോടൊപ്പം കൈകോർത്ത് നൃത്തം ചെയ്തു. അന്നു തന്നെ ആ വലിയ മതിൽ അയാൾ പൊളിച്ചു മാറ്റി. വസന്തം വന്നപ്പോൾ എന്ന പാഠഭാഗത്തിലെ തോട്ടയുടമയുടെ സന്തോഷം കണ്ടില്ലേ? ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടു. എന്തൊക്കെയായിരിക്കാം അദ്ദേഹം കുറിച്ചിട്ടത്? നമുക്ക് എഴുതാം. ഇന്ന് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ആ ചെറിയ കുട്ടി തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നപ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകത. അവരോടൊപ്പം കൈകോർത്ത് നൃത്തം ചെയ്തപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നില്ലേ മനസ്സ്? ഇരുട്ട് നിറഞ്ഞ തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശം വരുന്ന പുണ്യദിനമാണെന്ന്. ആ മതിൽ കൂടി പൊളിച്ചു കളഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം. ഇന്ന് ഞാൻ ശാന്തമായി ഉറങ്ങുന്നു, നാളത്തെ പ്രഭാതത്തെ എതിരേൽക്കാനായി. പ്രവർത്തനം 6. കൂട്ടുകാരുടെ എക്സാമിലെ അവസാനത്തെ ചോദ്യം. കുറിപ്പെഴുതാം. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം ആരുടേതാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ജനനം 1910 ആഗസ്റ്റ് 26, അൽബേനിയ. ആഗ്നസ്, വിളിപ്പേര് ഹോങ്സ്. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം. അഗതികളുടെ അമ്മ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. മരണം 1997 സെപ്റ്റംബർ 5. എഴുതാം. ആരാ ഇത്? മദർ തെരേസ. 1910 ആഗസ്റ്റ് 26 അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യ പ്രവർത്തന കേന്ദ്രമാക്കി ലോകശ്രദ്ധ നേടിയ ക്രൈസ്തവ സന്യാസിയായിരുന്നു ഹോങ്സ് എന്ന വിളിപ്പേരുള്ള മദർ തെരേസ. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്ക സന്യാസി സഭ സ്ഥാപിച്ച് കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെ ഇടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത മദർ തെരേസയ്ക്ക് പ്രസ്തുത സേവന പ്രവർത്തനങ്ങളുടെ പേരിൽ 1979 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നൽകപ്പെട്ടു. അഗതികളുടെ അമ്മ എന്നാണ് മദർ തെരേസ അറിയപ്പെട്ടിരുന്നത്. 1997 സെപ്റ്റംബർ 5 അമ്മയുടെ മരണം. 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായോ? അപ്പോൾ കൂട്ടുകാരെ, വളരെ എളുപ്പമായിട്ടുള്ള 6 പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കിയത്. കത്തെഴുതാൻ, അതുപോലെ തന്നെ വിവരണം എഴുതാനായിട്ട്, പിന്നെ പാഠഭാഗം തന്നിരുന്നാൽ അതിൽ നിന്ന് ചോദ്യോത്തരങ്ങൾ കണ്ടെത്തി എഴുതാൻ, വരികൾ കൂട്ടിച്ചേർക്കാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള 5-6 ചോദ്യങ്ങൾ മാത്രമായിരിക്കും കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ 1-2 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായി വർക്കൗട്ട് ചെയ്തതിന് ശേഷം കൂട്ടുകാർ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും എല്ലാ പാഠഭാഗങ്ങളും നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂട്ടുകാർ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്